നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെന്ന് കരുതുക. അവിടെ രണ്ട് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. ഒന്ന്, ഒരു സാധാരണ കുടുംബം അവരുടെ വീടിനായി ഒരു സോഫ വാങ്ങുന്നു. രണ്ട്, ഒരു ഹോട്ടൽ അവരുടെ ഹോട്ടൽ ആവശ്യത്തിനായി 100 കിടക്കകൾ വാങ്ങുന്നു. ആദ്യത്തേത് B2Cയും രണ്ടാമത്തേത് B2Bയുമാണ്. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. B2B ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റു ബിസിനസ്സുകൾക്കായി ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്നു. ഇനി B2C ബിസിനസ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി കസ്റ്റമേഴ്സിന് നമ്മൾ നേരിട്ട് സാധനങ്ങൾ വിൽക്കുന്നു. ഇവ രണ്ടും എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് നമുക്കിനി നോക്കാം. B2B ഡീലുകൾ വളരെ വലുതാണ്, പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ വളരെയേറെ സമയമെടുക്കുന്നു. B2Cയിൽ വിൽപ്പന വളരെ വേഗത്തിൽ നടക്കുന്നു, പക്ഷേ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം വളരെ കുറവാണ്. ഇനി നമുക്ക് ഇവയൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരു ഫർണിച്ചർ ഷോപ്പിലെ സാധനങ്ങൾ വീടുകളിലേക്ക് വിൽക്കുമ്പോൾ അത് B2C. ആ ഫർണിച്ചർ സാധനങ്ങൾ തന്നെ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ വിൽക്കുകയാണെങ്കിൽ അത് B2B ആയി മാറുന്നു. ഇനി ഇ-കൊമേഴ്സ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ആമസോൺ B2Cയും ആലിബാബ B2Bയുമാണ്. ഇനി നമ്മൾ ഭക്ഷ്യ വ്യവസായം എടുക്കുകയാണെങ്കിൽ ഹോൾസെയിലായി വാങ്ങുന്നതിനെ B2Bയും അവിടെ നിന്ന് കഴിക്കുന്നതിനെ B2C എന്നും പറയുന്നു. B2B വിൽപ്പന ഇനി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ബൾക്ക് ഓർഡറുകൾ, കരാറുകൾ, ദീർഘകാല ഡീലുകൾ. ഇനി B2C വിൽപ്പന എങ്ങനെ നടക്കുന്നുവെന്ന് നോക്കാം. ഒറ്റത്തവണ വാങ്ങലുകൾ, കിഴിവുകൾ, വ്യക്തികൾക്കുള്ള മാർക്കറ്റിംഗ്. ഇനി ഈ തന്ത്രങ്ങൾ എങ്ങനെ ഫലപ്രദമായി പ്രയോഗിക്കാമെന്ന് നോക്കാം. B2B ആണെങ്കിൽ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുക, ബൾക്ക് കിഴിവുകൾ വാഗ്ദാനം ചെയ്യുക, ദീർഘകാല കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. B2C ആണെങ്കിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പരസ്യങ്ങൾ നൽകുക, സീസൺ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുക. ബോസ് വാല, ബി ദ ബോസ്.